ഹായ്, നമുക്ക് നാളെ വട്ടയപ്പം ഉണ്ടാക്കാം. അപ്പം നമുക്ക് അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടിയെന്ന് നമുക്ക് നോക്കാം. അപ്പം പിന്നെ നമ്മൾ പച്ചരി വെള്ളത്തിലിട്ടതാണ്. പച്ചരി വെള്ളത്തിലിട്ട് അത് പിന്നെ ഒരു 4-5 മണിക്കൂർ നമ്മൾ കുതിർക്കാനിട്ടു. ഉച്ചയായപ്പോൾ നമ്മളിട്ടത് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഇട്ടതാണ്. കുതിർക്കാനിട്ടു. അത് കഴുകി നമ്മൾ എടുത്തേക്കുന്ന ഒരു 3-4 വെള്ളത്തിൽ നമ്മളിത് കഴുകി അരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്തത് കരിക്കാണ്. ഇവിടെ കരിക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കരിക്കെടുത്തു. കരിക്കാണ് ഈ അപ്പമൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. അപ്പം പിന്നെ ഇതിന് നമുക്ക് പൂളി എടുത്തേക്കാണ്. കരിക്കായതുകൊണ്ട് നമ്മൾ പൂളി എടുത്തു. ഇതിന് നമുക്ക് ചെറുതായി ഇതാക്കിയിട്ട് പിന്നെ മിക്സിയിലിട്ട് അരയ്ക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ എന്തരയ്ക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്പൂണ് ചോറ് അരയ്ക്കും. പിന്നെ ഒരു ഇച്ചിരി നമ്മൾ പിന്നെ ഈസ്റ്റ് ഇടും, ഒരു ഞുള്ള്. നമ്മുടെ മാവ് റെഡി. വട്ടയപ്പത്തിനോ പിന്നെ ഉണ്ടല്ലേ, പിന്നെ പാലപ്പത്തിനും പിന്നെ വെള്ളയപ്പത്തിനുമുള്ള മാവ് റെഡി. അപ്പം പാലപ്പത്തിനാണെങ്കിൽ നമ്മളിതിനകത്ത് തേങ്ങ അരച്ചൊഴിക്കത്തില്ല, തേങ്ങ പിഴിഞ്ഞാണ് ഒഴിക്കുന്നത്. പക്ഷെ നമുക്കിത് കരിക്കായതുകൊണ്ട് പിഴിയാൻ പറ്റില്ല. നമ്മൾ അരച്ചങ്ങ് ചേർത്ത് തലേദിവസം അങ്ങ് വെച്ചു. അപ്പം പിന്നെ എല്ലാവരും തേങ്ങ രാവിലെയാണ് അരച്ച് ചേർക്കും. അപ്പം നമുക്ക് നോക്കാം നാളെ എന്തായി തീരുമെന്ന് നമുക്ക് നോക്കാം. ശരി, ഓക്കെ. ഇന്നത്തെ മാവ് നമ്മൾ റെഡിയാക്കി വെച്ച് നാളെ നമുക്കിനി എന്താകുമെന്ന് നോക്കാം.